ഇന്ന് നമ്മൾ ചീരത്തോരനാണ് വെക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ചീര പറിക്കാൻ പോണത്. ഞാനിവിടെ കാനഡയിലാണ്. അപ്പം സമ്മറിൽ മാത്രം കൃഷി ചെയ്തു വരുന്നതാണ്. അപ്പോൾ ഇന്ന് ചീര, നമ്മൾ പയർ, ചീര, പച്ചമുളക്, ഇതൊക്കെ തക്കാളിയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ചീര ഇപ്പോൾ നല്ല പറിക്കാൻ പറ്റുന്ന പരുവത്തിലായിരിക്കുകയാണ്. അപ്പം നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ച ചീരയാണ് ഇപ്പോൾ തോരൻ വെക്കാൻ പോണത്. ഇനി ഇത് നമുക്ക് തണ്ടും ഇലയൊക്കെ ആയിട്ട് നമുക്ക് നല്ലപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം ബാക്കി ചേരുവകളും കൂടെ ചേർത്ത് തോരൻ വെക്കാം. നമ്മൾ ഒരു 6 ചുവട് ചീരയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാനൊരു 5 ഇടത്തരം സവോളയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതിട്ട് കൊടുക്കാം. പച്ചമുളക് ഇവിടെ ഇപ്പം ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നീളത്തിൽ വെറുതെ കീറി ഇട്ടാലും മതി. അപ്പം നമുക്ക് തോരനായി കഴിയുമ്പോൾ എടുത്ത് മാറ്റാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ തണ്ടും പച്ചമുളകും കൂടെ അരിഞ്ഞതിട്ട് കൊടുക്കാം. സവോള പകുതിയോളം വഴന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പച്ചമുളകും ഈ ചീരയുടെ തണ്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. അതിനും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം ചെറു തീയിൽ മൂടി വെക്കാം. അപ്പോൾ കുറച്ചൊന്ന് ആവി കയറി കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ചിരവിയതിട്ട് കൊടുക്കാം. നമ്മുടെ മൂടിയെ മാറ്റി നോക്കാം. ചെറുതായിട്ട് ആവി കയറിയാൽ മതി. തീരെ ഇളന്നതായതുകൊണ്ട് ചെറിയ ആവി കയറുമ്പം തന്നെ വേവും. തേങ്ങ ചിരവിയതിട്ട് കൊടുക്കാം. ഞാൻ ഒരു 3/4 മുറിയോളം തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമ്മൾ തണ്ടിനും സവോളയ്ക്കും ഒക്കെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അതനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. നല്ലപോലെ കൂട്ടി യോജിപ്പിക്കുക. കുറച്ച് കറിവേപ്പില, നമുക്ക് കുറച്ച് ചീര ഇല അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇപ്പോൾ പച്ചക്കറിക്ക് സ്വയം ഒരു ഉപ്പിൻ്റെ രസം ഉള്ളത് കൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ആവി കയറുമ്പം തന്നെ ചീരയുടെ ഇല അങ്ങോട്ട് വേവും. അപ്പോൾ പിന്നെ അങ്ങോട്ട് മൂടി വെച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ബാക്കിയോടെ ഇല അരിഞ്ഞിട്ട് കൊടുക്കാം. നല്ലപോലെ കൂട്ടി ഒഴിപ്പിക്കുക. നമ്മുടെ ചീരത്തോരൻ റെഡിയായിട്ടുണ്ട്. നമ്മുടെ തന്നെ തോട്ടത്തിൽ നിന്ന് പറിച്ച ചീരയാണ്. ഇപ്പോൾ എളുപ്പം ആ മൂടിയൊന്നും വെച്ചില്ല ഞാൻ. ശരിക്കും നല്ലപോലെ അങ്ങോട്ട് കൂട്ടി ഒഴിപ്പിച്ചപ്പോൾ തന്നെ ആവി കയറിയപ്പോൾ തന്നെ ചീര റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചീരത്തോരനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.